അപ്പം കൃപാൽ സിംഗ് ഒക്കെ എനിക്ക് ആ ഒരു ബുക്സ് ഒക്കെ നല്ലോണം ഹെൽപ്പ് ചെയ്തായിരുന്നു. അപ്പം ഒരു ടോപ്പിക്ക് ഞാൻ പഠിക്കുമ്പോൾ ആ ഒരു ടോപ്പിക്ക് നോട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. കാര്യം നോട്ട് പ്രിപ്പറേഷൻ നമുക്ക് ഒരു എക്സാമിനോട് അടുക്കുമ്പോഴത്തേക്ക് റിവിഷനും ഒക്കെ വളരെ ഹെൽപ്ഫുൾ ആവും. അപ്പം ഞാനാണെങ്കിലും ഹോളിലിരുന്ന് ഇങ്ങനെ ചിന്തിച്ചപ്പോൾ ഇത്രയും എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യന് 95 കട്ട് ഓഫ് വരുമായിരിക്കും. അപ്പം ഞാൻ ഇത്ര അറ്റംപ്റ്റ് ചെയ്താൽ മതിയോ, ഞാൻ കുറച്ചുകൂടെ ഒന്നുകൂടെ നോക്കി ചെറിയ സംശയമൊക്കെ ഉള്ളതുകൂടെ അറ്റംപ്റ്റ് ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു എക്സാമിന്, അത്ര എളുപ്പമായിട്ടുള്ള ഒരു എക്സാമിന് അത്രയും ആൾക്കാർ വലിയ ഈ ഒരു മെൻറ്റാലിറ്റിയിൽ കുറേയധികം നെഗറ്റീവ് അറ്റംപ്റ്റ്സ് വരും. അപ്പോൾ ആ നെഗറ്റീവ് അറ്റംപ്റ്റ്സ് വരുമ്പോഴത്തേക്ക് ഈ 95 കട്ട് ഓഫ് വരുമെന്ന് ഞാൻ ചിന്തിച്ച എക്സാമിന് കട്ട് ഓഫ് വന്നത് 60 ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ എക്സാം ഹാളിൽ നിന്ന് പലതും ചിന്തിക്കും. അപ്പം അത് ലോജിക്കൽ ആവണമെന്നില്ല. ഹായ് പ്രിയമുള്ളവരെ, ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ AMVA പരീക്ഷയിൽ 29ാം റാങ്കും അതുപോലെ തന്നെ പോളി ലെക്ചറർ മെക്കാനിക്കൽ പരീക്ഷയിൽ 26ാം റാങ്കും നേടിയ നിതീഷ് സാറാണ്. നിതീഷ് സാറ് I+ന്റെ മെക്കാനിക്കൽ വിങ്ങിലെ എക്സ്പെർട്ട് ഫാക്കൽറ്റിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ജേണി നമുക്ക് മനസ്സിലാക്കാം. പ്രത്യേകിച്ചും IT മേഖലയിലെ ജോലിയിൽ നിന്നാണ് അദ്ദേഹം ഈ ഒരു പഠനത്തിലേക്കും PSC പഠനത്തിലേക്കും ഈ റാങ്കിലേക്കും വന്നത് എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. IT ജോലി നമുക്കറിയാം വളരെ ഹെക്റ്റിക്കായിട്ട് അല്ലെങ്കിൽ ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു ജോലിയാണ്. അത്തരത്തിൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട് എന്നും എനിക്കറിയാം. അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് പ്രചോദനമാണ് മറ്റ് ജോലികൾ ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് ഈ ഒരു PSC ക്രാക്ക് ചെയ്യാം, അതും ടോപ്പ് റാങ്കുകളിൽ ഒന്ന് നേടി ജോലിയിലേക്ക് എങ്ങനെ പ്രവേശിക്കാമെന്നുള്ള ആ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു യാത്ര നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഹായ്, എൻ്റെ പേര് നിതീഷ്. എൻ്റെ സ്വദേശം കൊല്ലം ജില്ലയിലെ വെളുന്നല്ലൂർ എന്ന സ്ഥലത്താണ്. ഞാൻ 2018 മെക്കാനിക്കൽ ബാച്ച് പാസ് ഔട്ട് ആയിരുന്നു. അതിനുശേഷം ഞാൻ വർക്കിംഗ് ആയിരുന്നു IT സെക്ടറിൽ. 2022 എനിക്ക് പ്രിപ്പറേഷൻ, അതായത് ഗവൺമെന്റ് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയായിരുന്നു. കൂടുതലായി ആശ്രയിച്ചത് ഓൺലൈൻ കോഴ്സുകളായിരുന്നു. അപ്പം ഫസ്റ്റ് എനിക്ക് വന്ന എക്സാം എന്ന് വെച്ച് കഴിഞ്ഞാൽ AMV ആയിരുന്നു. മുൻകാലങ്ങളിൽ AMVക്ക് മെക്കാനിക്കൽ പോർഷനിൽ നിന്നും അതേപോലെ തന്നെ ഓട്ടോമൊബൈൽ പോർഷനിൽ നിന്നും 50-50% ആയിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ ബേസിക്കലി മെക്കാനിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നായതുകൊണ്ട് തന്നെ എനിക്ക് ഓട്ടോമൊബൈൽ ഒരു വീക്ക് പോയിന്റ് ആയിരുന്നു. അതിന് വേണ്ടിയിട്ട് ഞാൻ ഓട്ടോമൊബൈലായിരുന്നു കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തത്. അപ്പം കൃപാൽ സിംഗ് ഒക്കെ എനിക്ക് ആ ഒരു ബുക്സ് ഒക്കെ നല്ലോണം ഹെൽപ്പ് ചെയ്തായിരുന്നു. അപ്പം ഒരു ടോപ്പിക്ക് ഞാൻ പഠിക്കുമ്പോൾ ആ ഒരു ടോപ്പിക്ക് നോട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. കാര്യം നോട്ട് പ്രിപ്പറേഷൻ നമുക്ക് ഒരു എക്സാമിനോട് അടുക്കുമ്പോഴത്തേക്ക് റിവിഷനും ഒക്കെ വളരെ ഹെൽപ്ഫുൾ ആവും. അപ്പോൾ ഒരു നോട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ലതുപോലെ പഠിച്ചതിന് ശേഷം ഞാൻ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യും. ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമെന്ന് വെച്ചാൽ ഇപ്പൊ AMV എന്ന് പറയുമ്പോഴത്തേക്കും പല സ്റ്റേറ്റ് PSCകളും നടത്തുന്ന എക്സാമാണ്. അപ്പോൾ അതിന്റെ കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ കേരള PSCയിൽ പ്രീവിയസ് ഇയർ ഓട്ടോമൊബൈലിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ ഞാൻ വർക്കൗട്ട് ചെയ്യുമായിരുന്നു. പിന്നീട് ഒരു ടോപ്പിക് കഴിഞ്ഞിട്ട് ഒരു 2-3 ആഴ്ച കഴിയുമ്പോഴത്തേക്കും വീണ്ടും അതേ മുന്നേ പഠിച്ച ആ ടോപ്പിക്കിൽ തന്നെ കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് ഞാൻ വർക്കൗട്ട് ചെയ്യായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു റിവിഷൻ സമയത്ത് അത് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ റിവിഷൻ സമയത്ത് ഞാൻ എൻ്റെ നോട്ടുകളെ തന്നെയാണ് കൂടുതലും ആശ്രയിച്ചിരുന്നത്. അപ്പോൾ AMVയുടെ പുതിയ സിലബസ് വന്നപ്പോഴത്തേക്ക് ഏകദേശം ലോ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സ്പെഷ്യൽ ടോപ്പിക്കുകൾ ഉണ്ടായിരുന്നു. അപ്പം അത് ഞാൻ കുറച്ചുകൂടെ ഒരു റാങ്ക് മേക്കിംഗ് ഏരിയ ആയിട്ടാണ് കണ്ടത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കപ്പോഴും നമ്മൾ ലാസ്റ്റിലേക്ക് വെച്ച് നമ്മൾ കോർ സബ്ജക്റ്റിൽ മാത്രം കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യും. അപ്പം ഞാനത് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി സിസ്റ്റമാറ്റിക് ആയിട്ട് സിലബസ് വന്നതിന് ശേഷം ഒരു 60 ദിവസത്തിനുള്ളിൽ എനിക്ക് സ്പെഷ്യൽ ടോപ്പിക്ക് ഫുള്ള് കവർ ചെയ്യണം എന്നുള്ള ഒരു ലക്ഷ്യത്തിൽ ഞാൻ ബെയർ ആക്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് വെച്ച് നമ്മൾക്ക് ആ ഒരു സിലബസിലുള്ള കറക്റ്റ് സാധനങ്ങൾ പഠിച്ചു. പിന്നെ അത് എനിക്ക് നിയമം ആയതുകൊണ്ട് തന്നെ യൂട്യൂബിലൊക്കെ കുറേയധികം വീഡിയോസ് അവൈലബിൾ ആയിരുന്നു. ആ ഒരു എന്താണ് ഒരു ലോ, അത് വെച്ച് എങ്ങനെയാണ് എന്നുള്ള രീതിയിൽ നമുക്ക് കുറച്ച് ക്ലിയർ ആയിട്ട് ആ ഒരു കൺസെപ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു. ഞാൻ വർക്ക് ചെയ്തത് IT ആയിരുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും ചിലപ്പം ലേറ്റ് നൈറ്റ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് കറക്റ്റ് ഒരു പ്ലാനില്ല. എന്നാൽ പോലും ഞാനൊരു ദിവസം മിനിമം ഒരു 2 മുതൽ 3 മണിക്കൂർ വരെ ഇതിന് മാറ്റി വെക്കും. പിന്നെ എനിക്ക് ശനി ഞായർ ഹോളിഡേ ആയിരുന്നു. അപ്പോൾ ആ ഒരു 2 ദിവസം ഞാൻ നല്ലതുപോലെ യൂട്ടിലൈസ് ചെയ്യും. അപ്പം ഒരു ശനി ഞായറും ഒക്കെ എത്തുന്നതിന് മുമ്പേ നമ്മൾ ആ ഒരാഴ്ച എന്ത് തീർക്കണം അല്ലെങ്കിൽ എന്ത് കവർ ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. അപ്പോൾ ആ ഒരു ഐഡിയ വെച്ച് മാത്രമേ നമുക്ക് ഈ വർക്ക് ചെയ്യുമ്പം നമുക്ക് കറക്റ്റായിട്ട് കുറച്ച് സമയം കിട്ടുന്നുള്ളൂ, അത് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരാഴ്ച അടുത്ത ആഴ്ച എന്ത് ചെയ്യണം എന്നുള്ള രീതിയിൽ ചിലപ്പോൾ നമുക്ക് ആ ഒരു വീക്ക് ചിലപ്പം കുറച്ചുകൂടെ എക്സ്ട്രാ വർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പ്ലാൻ
കറക്റ്റായിട്ട് വർക്കൗട്ട് ആവില്ല. പക്ഷെ എന്നാൽ പോലും നമ്മൾ അത് നെക്സ്റ്റ് ഒരു ഹോളിഡേ ഒക്കെ ഹോളിഡേ ഒക്കെ വരുമ്പോഴൊക്കെ നമ്മൾ അത് മെയിൻറ്റെയിൻ ചെയ്ത് ആ ഒരു രീതിയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു വലിയ പ്രശ്നം വരില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സിലബസ് വന്ന് 2 മാസത്തിനുള്ളിൽ എനിക്ക് പഠനം ഫുള്ള് തീർക്കണമെന്നുള്ളൊരു ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു. അതിനുശേഷം ബാക്കിയുള്ള ഒരു മാസം റിവിഷനും അതേപോലെ തന്നെ ക്വസ്റ്റ്യനും മാത്രമായിട്ട് എനിക്ക് കിട്ടണമെന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം എനിക്കൊരു 20-25 ദിവസത്തോളം റിവിഷന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് നല്ലോണം ഹെൽപ്പ് ചെയ്തു. അത് മാത്രമല്ല, കൂടുതൽ ഞാൻ ആ ഒരു ലാസ്റ്റ് ഒരു 20 ദിവസം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തിട്ടുള്ള ഒരു റിവിഷൻ ആയിരുന്നു കൂടുതലും നടത്തിയിരുന്നത്. അല്ലാതെ ടോപ്പിക്ക് വീണ്ടും വീണ്ടും ഇതിനെ എത്തിക്കുന്നതിനെക്കാട്ടി കൂടുതൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് ക്വസ്റ്റ്യൻസിൻ്റെ ആ ഒരു അതിലെന്തെങ്കിലും നമ്മൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒന്നുകൂടെ ടോപ്പിക്ക് നോക്കുക, ആ ഒരു രീതിയിലായിരുന്നു റിവൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അപ്പോൾ AMBAയുടെ എക്സാം ഏകദേശം കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തത് പോളി ലെക്ചർ ആയിരുന്നു. അപ്പം പോളി ലെക്ചറിലാണെങ്കിലും നമുക്ക് ബേസിക് എഞ്ചിനീയറിംഗ് സബ്ജക്റ്റുകളുണ്ട്, അതേപോലെ തന്നെ മാത്സും ഉണ്ട്. അപ്പം മാത്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ +2 ലെവൽ മാത്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ടൈമിൽ തന്നെ അത് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമായിരുന്നു. പിന്നെ ബേസിക് എനിക്ക് കുറച്ച് വീക്കായിട്ടുള്ളത് ബേസിക് ഇലക്ട്രോണിക്സും ഇലക്ട്രിക്കലും ആയിരുന്നു. അപ്പം ഞാൻ അത് ഇതുവരെ PSC ചോദിച്ചിട്ടുള്ള പല പോളി ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇപ്പോൾ ഇലക്ട്രോണിക്സിനാണേലും കമ്പ്യൂട്ടർ സയൻസിനാണേലും ഈ ബേസിക് ക്വസ്റ്റ്യൻസ് എല്ലാം സെയിം ആയിരിക്കും, സിലബസ് എല്ലാം സെയിം ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു 10-15ഓളം ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ വർക്കൗട്ട് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് ഏകദേശം ഒരു ഫോർമാറ്റ് കിട്ടും. നമുക്ക് എന്തായിരിക്കും ആ ബേസിക് ഇലക്ട്രോണിക്സിലൊക്കെ കുറച്ച് ഡീപ്പായിട്ടൊക്കെ ചോദിക്കാൻ പറ്റുന്ന ഏരിയ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായിരിക്കും ചോദിക്കുന്നത് എന്നുള്ള ഒരു കാര്യം ഐഡിയ കിട്ടി. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ബേസിക് ഇലക്ട്രോണിക്സ് ആ ഒരു എഞ്ചിനീയറിംഗ് സബ്ജക്റ്റിൽ നിന്ന് ഏകദേശം നല്ലതുപോലെ സ്കോർ ചെയ്യാൻ പറ്റി. പിന്നെ മാത്സ് നമ്മുടെ കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ലാതെ പോയി. പിന്നെ കോർ സബ്ജക്റ്റ് ഞാൻ എന്തായാലും റിവൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു, എൻ്റെ നോട്ട്സ് എല്ലാം അവൈലബിൾ ആയിരുന്നു. അപ്പോൾ അതിലും എനിക്ക് ഏകദേശം 26ാമത്തെ റാങ്ക് നേടാൻ സാധിച്ചു. ഞാൻ ഏകദേശം 2-2.5 വർഷമായിട്ട് ഈ ഒരു PSC പ്രിപ്പയറിംഗ് ജേർണി ഉണ്ടായിരുന്നു. പിന്നീട് I+ൽ തന്നെ ഒരു ഫാക്കൽറ്റി ആയിട്ടും വർക്ക് ചെയ്തു. അപ്പോൾ എനിക്ക് ഈ ഒരു ജേർണിയിൽ മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അതായത് PSCയുടെ സംബന്ധിച്ചിടത്തോളം ഒരു 3 മാസം മുന്നെയാണ് നമുക്ക് സിലബസ് കറക്റ്റ് എന്താണെന്ന് മനസ്സിലാവുന്നത്. അപ്പം ചില സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കാത്ത ടോപ്പിക്കുകളൊക്കെ ഇൻക്ലൂഡഡ് ആയിരിക്കും. ചിലപ്പോൾ നമ്മൾ പഠിച്ച ടോപ്പിക്കുകൾ പ്രിപ്പയർ ചെയ്ത് പഠിച്ച ടോപ്പിക്കുകൾ ചിലപ്പോൾ എക്സാമിന് സിലബസിൽ ഉണ്ടാവില്ല, അതൊക്കെ നോർമലാണ്. അതേപോലെ തന്നെ നമ്മുടെ ഫൈനൽ കീ വരുമ്പോഴും മാർക്ക് മാറ്റം അതൊക്കെ ഒരു നോർമലാണ്, അതിന് നമ്മൾ ആ ഒരു രീതിയിൽ എടുക്കണം. പിന്നെ ഇപ്പം ഒരു എക്സാമിന് ഇപ്പം ഈ AMBAയുടെ എക്സാമിന് വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പം അടുത്ത AMBAക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും എന്നുള്ള രീതിയിൽ സെയിം പാറ്റേൺ ആയിരിക്കുമെന്ന് നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യില്ല. ഞാനാണെങ്കിൽ ഹോളിലിരുന്ന് ഇങ്ങനെ ചിന്തിച്ചപ്പോൾ ഇത്രയും എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യന് 95 കട്ട് ഓഫ് വരുമായിരിക്കും. അപ്പം ഞാൻ ഇത്ര അറ്റംപ്റ്റ് ചെയ്താൽ മതിയോ, ഞാൻ കുറച്ചുകൂടെ ഒന്നുകൂടെ നോക്കി ചെറിയ സംശയമൊക്കെ ഉള്ളതുകൂടെ അറ്റംപ്റ്റ് ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു എക്സാമിന് അത്രയും എളുപ്പമായിട്ടുള്ള ഒരു എക്സാമിന് അത്രയും ആൾക്കാർ വലിയ ഈ ഒരു മെൻറ്റാലിറ്റിയിൽ കുറേയധികം നെഗറ്റീവ് അറ്റംപ്റ്റ്സ് വരും. അപ്പോൾ ആ നെഗറ്റീവ് അറ്റംപ്റ്റ്സ് വരുമ്പോഴത്തേക്ക് ഈ 95 കട്ട് ഓഫ് വരുമെന്ന് ഞാൻ ചിന്തിച്ച എക്സാമിന് കട്ട് ഓഫ് വന്നത് 60 ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ എക്സാം ഹാളിൽ നിന്ന് പലതും ചിന്തിക്കും. അപ്പം അത് ലോജിക്കൽ ആവണമെന്നില്ല. നമുക്ക് എക്സാം എങ്ങനെയാണോ അതേപോലെ ആയിരിക്കും എല്ലാവർക്കും എക്സാം. അതുകൊണ്ട് തന്നെ എളുപ്പം ക്വസ്റ്റ്യൻ ആണ്, അപ്പോൾ കട്ട് ഓഫ് കൂടും എന്നുള്ള രീതിയിൽ റോങ് അറ്റംപ്റ്റുകളൊന്നും നടത്താതിരിക്കുക. അതേപോലെ തന്നെ ഈ ഒരു പരീക്ഷ എളുപ്പമായെന്ന് വെച്ചിട്ട് അടുത്തത് എളുപ്പമാവണമെന്നില്ല, ഇത് പാടായെന്ന് വെച്ച് അപ്പോൾ നമ്മൾ എല്ലാ രീതിയിലും ക്വസ്റ്റ്യൻ പല പാറ്റേണിൽ ക്വസ്റ്റ്യൻസ് വരും എന്നുള്ള രീതിയിൽ ആ ഒരു രീതിയിൽ പോയി അറ്റംപ്റ്റ് ചെയ്യുക എന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ എൻ്റെ ഈ ഒരു എക്സ്പീരിയൻസ് ഷെയറിങ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.